ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പ്രകാശൻ വിക്രത്തിനെ കൊന്ന് കെട്ടിത്തൂക്കിയതിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പ്രകാശൻ നേരെ പോണത് വിക്രം ഇപ്പൊ ഒളിച്ചു താമസിക്കുന്ന ആ ഒരു ഗൾഫുകാരന്റെ വീട്ടിലേക്കാട്ടോ. അവിടെ എത്തിയിട്ട് പ്രകാശൻ മക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ്. നോക്ക്, ദേ നിങ്ങളുടെ പൊതുശത്രുവിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. കണ്ടില്ലേ, കെട്ടിത്തൂങ്ങി കിടക്കണ കണ്ടില്ലേ? അച്ഛൻ പുന്നാരി ചോദിച്ച വിക്രമാദിത്യ മഹാരാജാവ് കണ്ടില്ലേ, ഗജരാജയോഗം ഉള്ളവനാണ്, കെട്ടിത്തൂങ്ങി കിടക്കണ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടും കരയുന്നുണ്ട് പ്രകാശൻ. അത് കഴിഞ്ഞിട്ട് തന്നെ പെമ്മക്കൾ എല്ലാരും പ്രകാശനെ കെട്ടിപ്പിടിക്കാണ്. അച്ഛ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും പ്രകാശനോട് ചോദിക്കണ്ട് കല്യാണി, അച്ഛ എന്താ അച്ഛൻ സംഭവിച്ചത്? അച്ഛനെങ്ങനെ ഇവിടെ എത്തി? വിക്രത്തിനെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അച്ഛനാണോ ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിക്കാണ്. കല്യാണടുത്ത് പറയണ്ട്, അതേ മക്കളെ, അവൻ പരോളിൽ ഇറങ്ങിയത് എനിക്കറിയാം നന്നായിട്ട്, നിന്നെ കൊല്ലാനായിട്ടാണ്. അവൻ പരോളിൽ ഇറങ്ങിയത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ ഇന്നലെ ആദ്യം പരോളിൽ ഇറങ്ങിയപ്പോ തന്നെ ഒരു പ്രാവശ്യം അവനെ പോയി കണ്ടു. ആ സമയത്ത് അവൻ എന്റെ നെഞ്ചില് ചവിട്ടിയിട്ട് എന്നോട് പറഞ്ഞു, അതേ പെമ്മക്കളുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല, ഞാൻ പെമ്മക്കളെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെല്ലുവിളിക്കാണ് ചെയ്തത്. എന്നിട്ട് അവൻ അവിടെ നിന്ന് എവിടെയോ പോയി. പക്ഷെ അവൻ വരുന്നവരെ ഞാനിവിടെ കാത്തിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവൻ മോള് ഇറങ്ങാൻ പോണത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഇല്ലാതാക്കാനായിട്ട് അവൻ തോക്കുമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അവനോട് കാല് പിടിച്ചു പറഞ്ഞു, എന്റെ പെമ്മക്കളൊന്നും ചെയ്യല്ലേ, എടാ നീ ഇപ്പോ ശരിക്കും നന്നാവുകയാണെങ്കിൽ അവർ നിന്നെ പൊന്നു പോലെ നോക്കും. മോനെ, നീ ഇനിയെങ്കിലും മാറടാ, എന്തിനാടാ നീ ഇങ്ങനെ കൊന്നും കൊല വിളിച്ചും ജീവിക്കണത്? എടാ, അങ്ങനെയാണോ നിന്നെ ഞാൻ അമ്മുമ്മേനെ ഞാനൊക്കെ വളർത്തിയത് എന്നെല്ലാം തന്നെ അവനോട് പറഞ്ഞു. പക്ഷെ അവനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നിന്നെ കൊല്ലണം എന്നൊരു വാശി മാത്രമായിരുന്നു അവന്. അതിനു വേണ്ടിയിട്ട് എന്നെ വരെ അവന് കൊല്ലാനായിട്ട് ഒരു മടി ഇന്നലെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വലിയൊരു ഇരുമ്പൊലൊക്കെ ഉണ്ടല്ലോ, അതും കയ്യിൽ കാത്തു വെച്ച് ഞാനിങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെ അവസാനം അവൻ വന്നപ്പോഴേക്കും അവന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനായിട്ട് അങ്ങനെ അവൻ പോകാനായിട്ട് നിന്നപ്പോഴേക്കും അവന്റെ തലയിൽ തന്നെ ഇടിച്ചു. അവൻ ബോധമില്ലാതെ കുറെ നേരം കിടന്നു. അവന് ഉണരണ വരെ ഞാൻ കാത്തിരുന്നു. കാരണം എന്റെ അമ്മ എന്റെ കാല് തല്ലി ഒടിച്ചപ്പോഴാണല്ലോ എന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിച്ചത്. അതുപോലെ തന്നെ ഞാൻ അവന്റെ തല തല്ലി പോയിട്ട് പൊട്ടിച്ചപ്പോ അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് കരുതി അവൻ ബോധം വരുന്നവരെ ഞാൻ അവന്റെ അടുത്ത് തന്നെ നിന്നു. എന്നിട്ട് അവന് ബോധം വന്നു, എഴുന്നേറ്റു. പക്ഷെ അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. അവനെ വീണ്ടും കല്യാണിനെ കൊല്ലണം, അത് കഴിഞ്ഞിട്ട് കാർത്തികിനെ കൊല്ലണം, പിന്നെ കിരൺമോനെ കൊല്ലണം. അങ്ങനെ ഓരോരുത്തരെ കൊല്ലണ കണക്ക് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മോളെ. അവന്റെ കഴുത്തിന് നേരെ ഒരു വലിയൊരു തോർത്ത് വെച്ചിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ആ ഒരു തോർത്തിൽ പിടിച്ച് ഇരിക്കിയിട്ട് ഞാൻ അവനെ കൊല്ലുമായിരുന്നു. കൊല്ലുന്ന സമയത്തും ഞാൻ അവനോട് പറഞ്ഞു, എടാ മാറടാ, സ്വഭാവം മാറടാ, നല്ല രീതിയിൽ ജീവിക്കടാ എന്നൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല. അവന്റെ കഴുത്തിൽ ആ കുരുങ്ങിയപ്പോഴും അവൻ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും കല്യാണിനെ കൊല്ലണം, അവന്റെ അവസാന ശ്വാസം പോകുന്നവരെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് വെല്ലുവിളിച്ചിട്ടാണ് അവൻ മരിച്ചത്. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഇവനെ നിന്റെ അമ്മ പ്രസവിച്ച സമയത്തുണ്ടല്ലോ കല്യാണി, ഇവൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചപ്പോ എനിക്കുണ്ടായ ഒരു സന്തോഷം, ലോകം മുഴുവൻ ഞാൻ കീഴടക്കി എന്റെ കൈവെള്ളയിൽ കൊണ്ടുവന്ന ഒരു സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ നല്ല വിഷമമുണ്ട്. ഇത്രയൊക്കെ പുനരപ്പിച്ച് വളർത്തിയിട്ടും ഇവൻ ഇങ്ങനെ ആയല്ലോ. ചില മക്കൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ കല്യാണി? അല്ലെ മക്കളെ, നമ്മൾ എത്ര പുനരപ്പിച്ച് വളർത്തിയാലും അവരിങ്ങനെ വഴിതെറ്റി പോകുമായിരിക്കും അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രകാശനെ കെട്ടിപ്പിടിച്ച് കരയാണ്. കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടിയിട്ട്. പിന്നീട് കാർത്തിക അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് കിരണിനെ രതീഷിനെയും വിളിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിരണും രതീഷും കൂടി അവിടേക്ക് എത്തുമ്പോഴേക്കും അവര് ഞെട്ടിപ്പോകാണ്. നോക്കുമ്പോ വിക്രം ഇങ്ങനെ കെട്ടിത്തൂങ്ങി ഇങ്ങനെ ചത്തിനെ കിടക്കാണ്, കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന്. അത് കാണുമ്പോൾ തന്നെ പേടിയാവാണ്. ഇതെന്ത് സംഭവിച്ചു? വിക്രം ആത്മഹത്യ ചെയ്തു, ഇത് ആരുടെ വീടാ കല്യാണി എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോ എല്ലാം പറയാം കിരണെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക കിരണിനെ രതീഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ കിരണിനോടും രതീഷിനോടും പറയാട്ടോ. കിരൺ പറയുന്നുണ്ട്, അച്ഛൻ ഇത് പുറത്തു വെച്ച് ചെയ്തെങ്കിൽ പോലും നമുക്ക് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കായിരുന്നു. ഇത് വേറൊരാളുടെ വീടല്ലേ, ഇവിടെ നമ്മളിനിപ്പോ എന്ത് ചെയ്യും? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. മാത്രല്ല അയാൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന്റെ കാര്യം എന്താകും? ഇതിപ്പോ ഈ വീട്ടിലായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് കിരൺ പറയുമ്പോഴും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ എങ്ങനെയോ അറിയാണ്. ഇവിടെ ആൾക്കാർ വന്നതും എന്തൊക്കെയോ സംഭവിക്കുന്നതൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ട് അവർ ഇന്നലെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ അവർ പോലീസിൽ അറിയിക്കുകയാണ്. പോലീസുകാർ വരുന്നുണ്ട്, പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്.
പ്രകാശൻ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ ജയിലിലേക്ക് പോകുന്നത് കേട്ടോ. എന്റെ മക്കള്, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഇനി നിങ്ങൾക്ക് ഒരു ശത്രുവില്ല, നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശൻ ജയിലിലേക്ക് പോകുന്നത് കേട്ടോ. കല്യാണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിരണിനോട് പറയുന്നുണ്ട്, കിരണേട്ട എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ജാമ്യത്തിൽ എടുക്കുക കിരണേട്ട, എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷപ്പെടുത്തുക കിരണേട്ട, നവീനെ വിളിക്ക്, നവീൻ വിചാരിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുമായിരിക്കുമല്ലോ, എങ്ങനെയെങ്കിലൊക്കെ എന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം, അച്ഛനില്ലാതെ പറ്റില്ല കിരണേട്ട, അറിയാലോ എന്റെ അമ്മ പോയപ്പോഴും അമ്മയുടെ സമാധാനം അച്ഛൻ കൂടെ ഉണ്ട് എന്നായിരുന്നു, അച്ഛന്റെ സ്നേഹം കേട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അച്ഛൻ ചെയ്തത് നല്ലതിനെ വേണ്ടിട്ടല്ലേ, അച്ഛനെ നോക്ക് കിരണേട്ട, അച്ഛനെ കൊണ്ടുപോകാൻ കിരണേട്ട എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണി. നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കിരണും അതിനുവേണ്ടി നമ്മുടെ ചന്ദ്രസേനോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം പ്രകാശനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വിക്രം മരിച്ചല്ലോ, അവൻ എന്തൊക്കെ പറഞ്ഞാലും ഈ മൂന്ന്, അത് കാർത്തികയുടെയും കല്യാണിയുടെയും കാദംബരിയുടെയും ഒരേ ഒരു അനിയനാണ്, അയാളെ അനാഥ ശവം പോലെ ഇവിടെയും കൊണ്ടിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അയാളെ കറക്റ്റ് ആയിട്ട് തന്നെ ദഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കിരണും കല്യാണിയും കൂടിയിട്ട്. നമ്മുടെ വിക്രത്തിന് ഒരു മോളുണ്ട്, ഒരേ ഒരു മോള്, അതെ ചാരു മോള്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ദുഷ്ടെന്ന് പറഞ്ഞാലും ആ മോളുടെ അച്ഛനാണ് നമ്മുടെ വിക്രം എന്ന് പറയുന്നത്. മോൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല, ഇത് അച്ഛനാണെന്നോ കാര്യങ്ങളൊന്നും മോൾക്ക് അറിയില്ല, പക്ഷെ എങ്കിലും അറിയിക്കേണ്ടവർ അറിയിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കിരൺ ഈ കാര്യം സോണീനെയും ഭർത്താവായ ആൽബിനെയും വിവരം അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ വിക്രം മരിച്ചു, അപ്പൊ അതുകൊണ്ട് കുഞ്ഞായിട്ട് വരണം, അപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ അത് മാത്രം അവസാനമായിട്ട് കാണാനും എല്ലാവരും നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചാരുമോളും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സോണിയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രത്തിന് ചടങ്ങുകളും കാര്യങ്ങളും, അതായത് നീ എങ്ങനെയൊക്കെയാണോ ഒരു ആത്മാവിനെ ശാന്തി കിട്ടേണ്ട ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, ആ രീതിയിലൊക്കെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ വിക്രത്തിനെ ദഹിപ്പിക്കുകയാണ് ചെയ്യണത്. വിക്രത്തിനെ ദഹിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശിനെ കാണാൻ വേണ്ടി വീണ്ടും കിരൺ ജയിലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രകാശൻ കിരണിനോട് പറയുന്നത്, മക്കളെ എനിക്ക് പേടിയൊന്നുമില്ല, ശത്രുക്കളൊക്കെ ഒരുവിധം ഒഴിഞ്ഞു പോയി തന്നെയാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ എങ്കിലും എവിടെയോ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, വിക്രത്തിനെ ആരോ സഹായിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം അവൻ വന്ന സമയത്ത് അവന് തോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവന് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ഗംഗപ്രസാദനെ പോലത്തെ സുഹൃത്തുക്കളൊന്നല്ല, വെള്ളമടി സുഹൃത്തുക്കൾ മാത്രമേ അവനുള്ളൂ, നേർക്ക് നേരെ അടിപിടിക്കാനുള്ള സുഹൃത്തുക്കളൊന്നും തന്നെ അവന്റെ കൂട്ടത്തിലില്ല. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു തോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണെന്ന് മോൻ അന്വേഷിക്കണം. പിന്നെ ഞാൻ അവന് തല കടിക്കുന്ന മുമ്പ് അവന്റെ ഫോണില് ഇങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും അവൻ ആരുടെത്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ അവനെ സഹായിക്കാൻ വേറെ ആരും ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം മക്കളെ എന്നൊക്കെ കിരണിനോട് പറയുന്നുണ്ട്. അങ്ങനെ കിരണും ഇങ്ങനെ ആലോചിക്കാണ്, ശരിയാണ് വിക്രം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ, കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് വരാൻ നിന്നതാണല്ലോ വിക്രം എന്നാണ് പ്രകാശം പറഞ്ഞത്. അങ്ങനെ കല്യാണി ഗ്രൗണ്ടിലേക്ക് വരുമെന്ന് ആരാ വിക്രത്തോട് പറഞ്ഞത്? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നിൽക്കാണ് നമ്മുടെ കിരൺ ഇനി കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ നമ്മുടെ പ്രൊമോവും കാര്യങ്ങളും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് എല്ലാം തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.